വളരെ കുറഞ്ഞ പൈസ കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടറാണിത്. ഈ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ബ്രൗസിംഗിനും ഇമെയിൽ അയക്കാനും അത്യാവശ്യം വീഡിയോ കാണാനും പ്രോഗ്രാമിംഗ് പഠിക്കാനും ഒക്കെ ഉപയോഗിക്കാം. മാത്രമല്ല ഓഫീസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡോക്യുമെന്റുകൾ എഴുതാനും പ്രസന്റേഷൻ ഉണ്ടാക്കാനും ഒക്കെ ഇതിൽ പറ്റും. ശ്രദ്ധിക്കുക, ഇത് ശക്തി കുറഞ്ഞൊരു PC ബിൽഡാണ്. അതുകൊണ്ട് പുതിയ ഗെയിമുകളൊന്നും ഇതിൽ ഓടില്ല. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ വളരെ സ്ലോ ആയിരിക്കും. മാത്രമല്ല വിൻഡോസ് 10 വിൻഡോസ് 11 ഒക്കെ ഇതിൽ ഓടിക്കാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ശക്തി കുറവാണെങ്കിലും ഈ ബിൽഡിന് 3 ഗുണങ്ങളുണ്ട്. വളരെ കുറഞ്ഞ ചെലവിൽ വാറണ്ടിയുള്ള പുതിയ കമ്പോണന്റുകൾ വാങ്ങി നമുക്കിത് ഉണ്ടാക്കാം. ഇതിന് ശബ്ദം വളരെ കുറവാണ്. മാത്രമല്ല ഇത് ഓടിക്കാൻ വളരെ കുറച്ച് വൈദ്യുതി മതി. അതുകൊണ്ട് മുഴുവൻ സമയം ഓടുന്ന ചില കമ്പ്യൂട്ടർ ആവശ്യങ്ങൾക്ക് ഇത് നല്ലതാണ്. പരമാവധി കുറഞ്ഞ ചെലവിൽ പുതിയ കമ്പോണന്റുകൾ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ബ്രൗസിംഗ്, പ്രോഗ്രാമിംഗ് പോലുള്ള പഠനാവശ്യങ്ങൾ, ഓഫീസ് ആവശ്യങ്ങൾ എന്നിവയ്ക്ക് പറ്റുന്ന ഒരു ലിനക്സ് PC ഉണ്ടാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. സാധാരണ പുതിയ ബിൽഡുകളിൽ ഇതുപോലത്തെ NVMe SSD സ്റ്റോറേജുകളാണ് ഉപയോഗിക്കാറ്. എന്നാൽ ഈ ബിൽഡിന്റെ മദർ ബോർഡിൽ NVMe സ്ലോട്ട് ഇല്ലാത്തതുകൊണ്ട് ഇതിന് പകരം നമുക്ക് സ്പീഡുള്ള ഇതുപോലത്തെ SATA SSD ഉപയോഗിക്കാം. വേണമെങ്കിൽ SATA SSDക്ക് പകരം വില കുറഞ്ഞ ഇതുപോലത്തെ SATA ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കാം. പക്ഷേ കമ്പ്യൂട്ടർ വീണ്ടും സ്ലോ ആകുന്നതുകൊണ്ട് ഹാർഡ് ഡിസ്ക് ഞാൻ ഇതിന് റെക്കമെൻഡ് ചെയ്യില്ല. പിന്നീട് സ്റ്റോറേജ് കൂട്ടാനുള്ള രണ്ടാമത്തെ ഡിസ്ക് ആയിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. വില കുറയ്ക്കാൻ ഞാൻ തിരഞ്ഞെടുത്തത് 128 GB കപ്പാസിറ്റിയുള്ള SSD ആണ്. ഏകദേശം 2000 രൂപയാണ് ഇപ്പോൾ വില. നമ്മുടെ ബിൽഡിന് ആവശ്യം ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന DDR3 മെമ്മറിയാണ്. 4 GB കപ്പാസിറ്റിയുള്ള ഒരു റാം മോഡ്യൂൾ ഏകദേശം 750 രൂപയ്ക്ക് കിട്ടും. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സറിന് 1333 MHz സ്പീഡുള്ള റാം മതി. എന്നാൽ 1600 MHz റാമും ഇതിലോടും. പൈസ ഉണ്ടെങ്കിൽ 4 GB ഒരു റാം മോഡ്യൂൾ കൂടെ വാങ്ങി ഡ്യുവൽ ചാനൽ മെമ്മറി സെറ്റ് ചെയ്യുക. അങ്ങനെ 8 GB റാം ആക്കിയാൽ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് കൂടും. ഇനി നമുക്ക് ഈ ബിൽഡിന്റെ താരമായ മദർ ബോർഡിനെ പരിചയപ്പെടാം. ഇതിന്റെ പെട്ടി കാണാൻ മനോഹരമാണ്. ഗിഗാബൈറ്റിന്റെ GA1800M D3P എന്ന വമ്പൻ പേരുള്ള ഈ കൊച്ചു മദർ ബോർഡാണ് ഞാൻ ഈ ബിൽഡിന് ഉപയോഗിക്കുന്നത്. ഇത് വാങ്ങിയാൽ ഒരു വെടിക്ക് 3 പക്ഷി എന്ന് പറയാം. കാരണം ഈ മദർ ബോർഡ് പ്രോസസ്സറും കൂളറും സഹിതമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ ബോർഡ് വാങ്ങിയാൽ പ്രത്യേകം പ്രോസസ്സറോ കൂളറോ വാങ്ങണ്ട. ഇതിലുള്ളത് ഇന്റലിന്റെ സെലറോൺ J1800 ഡ്യുവൽ കോർ പ്രോസസ്സറാണ്. ഈ പ്രോസസ്സറിന് ശക്തി കുറവായതുകൊണ്ട് വളരെ കുറച്ച് വൈദ്യുതി മതി. അതുകൊണ്ട് ഇതിനെ തണുപ്പിക്കാൻ ഇതിന്റെ മുകളിൽ ഫാൻ ഇല്ലാത്ത ഹീറ്റ് സിങ്ക് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീരെ ശബ്ദവുമില്ല. മാത്രമല്ല ഈ പ്രോസസ്സറിൽ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ചിപ്പ് ഉള്ളതുകൊണ്ട് പ്രത്യേകം ഗ്രാഫിക്സ് കാർഡ് വാങ്ങണ്ട. PCI സ്ലോട്ട് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഇതിൽ ഗ്രാഫിക്സ് കാർഡ് ഇടാം. എന്നാൽ പ്രോസസ്സർ സ്ലോ ആയതുകൊണ്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. ഇതിൽ VGA HDMI പോർട്ടുകളുണ്ട്. അതുകൊണ്ട് പഴയ VGA മോണിറ്ററോ പുതിയ HDMI മോണിറ്ററോ ഒക്കെ ഇതിൽ കണക്ട് ചെയ്യാം. ഇതിൽ 2 DDR3 റാം സ്ലോട്ടുകളുണ്ട്. എന്നാൽ മൊത്തം 8 GB യിൽ കൂടുതൽ മെമ്മറി ഈ മദർ ബോർഡ് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് 4 GB റാം ഇടുന്നതാണ് നല്ലത്. പുറകിൽ 4 USB 2 പോർട്ടുകളും സ്പീഡ് കൂടി ഒരു USB 3 പോർട്ടുമുണ്ട്. ഡിസ്കുകൾ കണക്ട് ചെയ്യാനുള്ള 2 SATA പോർട്ടുകൾ മദർ ബോർഡിന്റെ നടുക്കാണുള്ളത്. ശ്രദ്ധിക്കുക, ഇത് ശരിക്കും 12 വർഷം മുമ്പ് ഇറങ്ങിയ മോഡലാണ്. എന്നാൽ ഇതിന്നും ഓൺലൈനിലും ലോക്കൽ ഷോപ്പിലും ഒക്കെ വാങ്ങാൻ കിട്ടും. ഞാനിത് കമ്പ്യൂടെക്കിന്റെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് 1750 രൂപയ്ക്കാണ് വാങ്ങിയത്. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ശക്തി കുറഞ്ഞ ഒരു കമ്പ്യൂട്ടറാണ്. ഇതൊരു ഗെയിമിംഗ് PC അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് PC അല്ല. നമ്മുടെ ബിൽഡിന് വളരെ കുറച്ച് വൈദ്യുതി മതി. പ്രോസസ്സറിന് 10 വാട്ടും എല്ലാ കമ്പോണന്റുകളും കൂടെ മൊത്തം 50 വാട്ടിൽ താഴെയും മതി. അതുകൊണ്ട് വേണമെങ്കിൽ 500 രൂപയ്ക്ക് കിട്ടുന്ന ഇതുപോലത്തെ വില കുറഞ്ഞ പവർ സപ്ലൈ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ പവർ സപ്ലൈ എപ്പോഴും കുറച്ച് ക്വാളിറ്റി ഉള്ളത് വാങ്ങുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് ആൻറ്റി സ്പോർട്സിന്റെ VS400L എന്ന മോഡലാണ്. 400 വാട്ടിന്റെ മോഡൽ ഏകദേശം 1100 രൂപയ്ക്ക് കിട്ടും. നമ്മുടെ PCക്ക് ഉപയോഗിക്കുന്ന കമ്പോണന്റുകൾ അനുസരിച്ച് 20 വാട്ടിനും 50 വാട്ടിനും ഇടയിൽ പവർ മതി. പക്ഷേ അത്രയും കുറവ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഇതുപോലത്തെ പവർ സപ്ലൈയുടെ എഫിഷ്യൻസി അഥവാ കാര്യക്ഷമത 60% താഴെയായിരിക്കും. അതായത് കുറെ വൈദ്യുതി ചൂടായിട്ട് പവർ സപ്ലൈയിൽ നഷ്ടം വരും. 20 വാട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള വൈദ്യുതി ഉപയോഗം 35 വാട്ടൊക്കെ ആയിരിക്കും. ഈ കമ്പ്യൂട്ടർ മുഴുവൻ സമയം ഓടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കാര്യക്ഷമത കൂടുതലുള്ള 80+ ബ്രോൺസ് പവർ സപ്ലൈ വാങ്ങുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക തരം കാര്യക്ഷമത കൂടിയ പവർ സപ്ലൈയും ഉപയോഗിക്കാം. നമ്മുടെ PC അധികം ചൂടുണ്ടാക്കാത്തതുകൊണ്ട് വില കുറഞ്ഞ ഒരു സാധാരണ കൊച്ചു ക്യാബിനറ്റ് ഉപയോഗിക്കുക. ഇത് 750 രൂപയ്ക്ക് കിട്ടുന്ന ഫ്രണ്ടെക്കിന്റെ ഫിയറ എന്ന മോഡലാണ്. ഇതിൽ ഫാൻ ഇല്ല. എന്നാൽ ഇതിന്റെ സൈഡിൽ ഒരു ഫാൻ ഫിറ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഏകദേശം 300 രൂപയ്ക്ക് കിട്ടുന്ന ഒരു 120 mm ഫാൻ കൂടെ വാങ്ങാം. 200 രൂപ തൊട്ട് 1000 രൂപ വരെ വിലയുള്ള ക്യാബിനറ്റ് ഫാനുകൾ മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിൽഡിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകളെല്ലാം റെഡിയാണ്. ഇതിനെല്ലാം കൂടെ മൊത്തം ചെലവ് വരുന്നത് ഏകദേശം 6600 രൂപയാണ്. മദർ ബോർഡിൽ പ്രോസസ്സറും കൂളറും ഫിറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് ഈ PC എളുപ്പം റെഡിയാക്കാം. ആദ്യം നമുക്ക് റാം ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ബോർഡിന്റെ ഒരു പ്രത്യേകത, ഇതിലെ റാം സ്ലോട്ടുകൾ 2 സ്ഥലത്താണുള്ളത്. ആദ്യത്തെ റാം ഇവിടെ ഫിറ്റ് ചെയ്യാം. അതിനാദ്യം റാം സ്ലോട്ടിന്റെ ഇടതുവശത്തെ ലോക്ക് പുറകോട്ട് നീക്കുക. എന്നിട്ട് റാം മോഡ്യൂളിന്റെ ഈ വെട്ട് റാം സ്ലോട്ടിൽ ഈ തടിപ്പുമായി അലൈൻ ചെയ്ത് റാം ഈ സ്ലോട്ടിന്റെ വിടവുകൾക്കിടയിലൂടെ ഇടുക. 2 സൈഡിലും ഒരുപോലെ ബലം കൊടുത്ത് ഞെക്കി റാം ഉറപ്പിക്കുക. അപ്പോൾ സ്ലോട്ടിലെ ലോക്ക് തനിയെ തിരിച്ചു വീഴും. ഇനി നമുക്ക് ഈ 128 GB SATA SSD സ്റ്റോറേജ് ഫിറ്റ് ചെയ്യാം. അതിനാദ്യം മദർ ബോർഡിന്റെ കൂടെ കിട്ടിയ SATA കേബിൾ എടുത്ത് അതിന്റെ ഒരറ്റം കറക്റ്റ് സൈഡ് നോക്കി മദർ ബോർഡിന്റെ നടുക്കുള്ള ആദ്യത്തെ SATA പോർട്ടിൽ കണക്ട് ചെയ്യുക. SATA കേബിളിന്റെ മറുവശം കറക്റ്റ് സൈഡ് നോക്കി SSDയുടെ SATA പോർട്ടിൽ കണക്ട് ചെയ്യുക. കറക്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ കേബിളിന്റെ ഒരു സൈഡിലുള്ള വെട്ട് SATA പോർട്ടിലെ തടിപ്പുമായി അലൈൻ ചെയ്യണം.
ശ്രദ്ധിക്കുക, SATA SSD പ്രവർത്തിക്കാൻ അതിന് ഇവിടെ പ്രത്യേകം പവർ കണക്ഷൻ കൂടെ വേണം. നമ്മുടെ പവർ സപ്ലൈ എടുത്ത് അതിലെ ഇതുപോലത്തെ SATA പവർ കേബിൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സൈഡ് നോക്കി SSDയുടെ SATA പോർട്ടിൽ കണക്ട് ചെയ്യുക. ഇപ്പോൾ മദർ ബോർഡിൽ പ്രോസസ്സർ, മെമ്മറി, സ്റ്റോറേജ് എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് പവർ സപ്ലൈ മദർ ബോർഡിൽ കണക്ട് ചെയ്യാം. അതിനാദ്യം 24 പിന്നുള്ള ATX പവർ കേബിൾ മദർ ബോർഡിൽ ഇവിടെ കണക്ട് ചെയ്യുക. കറക്റ്റ് സൈഡ് നോക്കി വേണം ഇത് ഫിറ്റ് ചെയ്യാൻ. നമ്മുടെ പ്രോസസ്സറിന് ആവശ്യമുള്ള പവർ ഇവിടെയുള്ള 4 പിന്നുകൾ വഴിയാണ് കിട്ടുക. നമ്മുടെ പവർ സപ്ലൈയിൽ 4 പിന്നിൻ്റെ 2 CPU പവർ കണക്ടറുകളുണ്ട്. അതിൽ നമ്മുടെ മദർ ബോർഡിന് ആവശ്യമുള്ള കണക്ടർ കണ്ടുപിടിച്ച് അത് മദർ ബോർഡിൽ കറക്റ്റ് സൈഡ് നോക്കി ഫിറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, മദർ ബോർഡിലെ പവർ സോക്കറ്റിൻ്റെ ഒരു സൈഡിൽ ഒരു തടിപ്പുണ്ട്. അത് പവർ കേബിൾ കണക്ടറിലെ ഈ ലോക്കുമായി അലൈൻ ചെയ്ത് വേണം ഇത് മദർ ബോർഡിൽ ഫിറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ മദർ ബോർഡ് ഇപ്പോൾ ഓൺ ചെയ്യാൻ റെഡിയാണ്. നമ്മൾ ആദ്യം മെമ്മറിയും സ്റ്റോറേജും ഫിറ്റ് ചെയ്തു. എന്നിട്ട് SSDക്ക് ആവശ്യമുള്ള SATA പവർ കണക്ഷൻ, മദർ ബോർഡിന് വേണ്ട 24 പിന്നിൻ്റെ ATX പവർ കണക്ഷൻ, പ്രോസസ്സറിന് ആവശ്യമുള്ള 4 പിന്നിൻ്റെ CPU പവർ കേബിൾ ഒക്കെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് പവർ സപ്ലൈയിൽ പവർ കേബിൾ ഫിറ്റ് ചെയ്യാം. ഇത് വീട്ടിലെ പവർ സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പവർ എക്സ്റ്റൻഷൻ അഡാപ്റ്ററാണ്. പവർ സപ്ലൈയുടെ കേബിൾ ഉപയോഗിച്ച് നമുക്കിതിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിന് പവർ കൊടുക്കാം. നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ റെഡിയാണ്. അതിനു മുമ്പ് നമുക്ക് മോണിറ്റർ, മൗസ്, കീബോർഡ് എന്നിവ ഫിറ്റ് ചെയ്യാം. ഈ മോണിറ്ററിൽ ഞാൻ പവർ കൊടുത്തിട്ടുണ്ട്. മോണിറ്ററിൽ HDMI കേബിൾ കണക്ട് ചെയ്ത് മറുവശം മദർ ബോർഡിൻ്റെ പുറകിൽ കണക്ട് ചെയ്യുക. കീബോർഡ് എടുത്ത് അതിൻ്റെ USB കേബിൾ മദർ ബോർഡിൽ ഏതെങ്കിലും ഒരു USB പോർട്ടിൽ കണക്ട് ചെയ്യുക. ഇനി നമുക്കിത് ഓൺ ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം പവർ സ്വിച്ച് ഓൺ ചെയ്യുക. കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ മദർ ബോർഡിലെ വെള്ള ഫ്രണ്ട് പാനൽ താഴെ വരത്തക്ക വിധം മദർ ബോർഡ് ഇരിക്കുമ്പോൾ പാനലിൻ്റെ പുറകിലെ നിരയിലെ 3ാമത്തെയും 4ാമത്തെയും പിന്നുകൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഷോർട്ട് ചെയ്ത് വിടുക. അപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ആകും. നമ്മുടെ പവർ സപ്ലൈയുടെ ഫാനുകൾ കറങ്ങാനും തുടങ്ങും. ഓൺ ആക്കിയ ഉടൻ കീബോർഡിൽ ഡിലീറ്റ് കീ ഞെക്കി മദർ ബോർഡിലെ ബയോസ് സോഫ്റ്റ്വെയർ എടുക്കാം. ഇതിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ വിശദവിവരങ്ങളൊക്കെ കാണാൻ പറ്റും. എന്തെങ്കിലും കാരണവശാൽ കമ്പ്യൂട്ടർ ഓൺ ആയില്ലെങ്കിൽ എല്ലാ കണക്ഷനുകളും ഉറച്ചിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കുക. കീബോർഡ് കണക്ട് ചെയ്തതുപോലെ തന്നെ നമുക്കൊരു മൗസും USB 2 പോർട്ടിൽ കണക്ട് ചെയ്യാം. ഈ ബിൽഡിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മൗസ് ഡെല്ലിന്റെ MS116 എന്ന മോഡലാണ്. നല്ല ക്വാളിറ്റിയുള്ള ഇത് ഏകദേശം 300 രൂപയ്ക്ക് കിട്ടും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കീബോർഡ് ലോജിടെക്കിന്റെ ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന K120 എന്നൊരു മോഡലാണ്. ഇത് ഏകദേശം 600 രൂപയ്ക്ക് കിട്ടും. ഇന്റർനെറ്റ് കണക്ഷന് ഒരു എതർനെറ്റ് കേബിൾ ഉപയോഗിച്ച് മദർ ബോർഡ് ഇന്റർനെറ്റ് റൂട്ടറിൽ കണക്ട് ചെയ്യാം. വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലത്തെ ഒരു വൈഫൈ അഡാപ്റ്റർ വാങ്ങുക. 250 രൂപ തൊട്ട് വൈഫൈ അഡാപ്റ്ററുകൾ വാങ്ങാൻ കിട്ടും. പരമാവധി സ്പീഡ് കിട്ടാൻ വൈഫൈ അഡാപ്റ്റർ USB 3 പോർട്ടിൽ കണക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ഇതിലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. വിൻഡോസ് ഞാൻ അതിന് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്തെങ്കിലും സോഫ്റ്റ്വെയർ അതിൽ ഓടിക്കുമ്പോൾ വിൻഡോസിലെ പ്രോസസർ ഉപയോഗം 100% കമ്പ്യൂട്ടർ സ്ലോ ആകും. അതുകൊണ്ട് ഞാനിതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ലിനക്സ് മിന്റ് XFCE എന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇത് വിൻഡോസുമായി നല്ല സാമ്യമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ഉപയോഗിക്കാൻ എളുപ്പമാണ്. മാത്രമല്ല ശക്തി കുറഞ്ഞ കമ്പ്യൂട്ടറുകൾക്ക് പറ്റിയൊരു ലിനക്സ് വെർഷനുമാണിത്. ലിനക്സ് മിന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇതുപോലത്തെ ഒരു പെൻ ഡ്രൈവിൽ അതിന്റെ ഇൻസ്റ്റാളർ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്യണം. സാധാരണ അതിന് വേറൊരു കമ്പ്യൂട്ടർ വേണം. എന്നാൽ വേറെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ മൊബൈൽ ഉപയോഗിച്ച് മാത്രം ഈ ലിനക്സ് പെൻ ഡ്രൈവ് റെഡിയാക്കുന്ന വിദ്യ ഞാൻ കാണിക്കാം. ശ്രദ്ധിക്കുക, ഞാൻ ഉപയോഗിക്കുന്ന പെൻ ഡ്രൈവ് സാൻഡിസ്കിന്റെ ഡ്യുവൽ ഡ്രൈവ് എന്ന മോഡലാണ്. ഇതിന്റെ ഗുണം ഇത് USB-A പോർട്ടിലും USB-C പോർട്ടിലും കണക്ട് ചെയ്യാമെന്നതാണ്. അതായത് വേറെ ഒരു അഡാപ്റ്റർ ഉപയോഗിക്കാതെ തന്നെ ഇത് നമുക്ക് കമ്പ്യൂട്ടറിലും മൊബൈലിലും കണക്ട് ചെയ്യാം. ലിനക്സ് മിന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ 8 GB പെൻ ഡ്രൈവ് ആയാലും മതി. എന്നാൽ ഈ പെൻ ഡ്രൈവ് പിന്നീട് ബാക്കപ്പിനൊക്കെ ഉപയോഗിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു 32 GB മോഡൽ വാങ്ങുന്നതാണ് നല്ലത്. ഈ പെൻ ഡ്രൈവിൽ ലിനക്സ് സെറ്റാക്കാൻ ആദ്യം മൊബൈൽ എടുത്ത് അതിലെ ബ്രൗസറിൽ ലിനക്സ് മിന്റിന്റെ വെബ്സൈറ്റിൽ പോകുക. താഴെ സ്ക്രോൾ ചെയ്ത് XFCE എഡിഷൻ കണ്ടുപിടിച്ച് അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിന്റെ 3 GB വലിപ്പമുള്ള ISO ഫയൽ മൊബൈലിൽ കിട്ടും. ഇനി ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പ് എടുത്ത് അതിൽ H-Droid സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് H-Droid ആപ്പ് ഓടിക്കുക. അതിൽ റൈറ്റ് ആൻ ഇമേജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ ഡൗൺലോഡ് ചെയ്ത ലിനക്സ് മിന്റ് ISO ഫയൽ സെലക്ട് ചെയ്യുക. അപ്പോൾ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാൻ പറയും. പെൻ ഡ്രൈവ് മൊബൈൽ കണക്ട് ചെയ്യുക. എന്നിട്ട് അത് സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, പെൻ ഡ്രൈവിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അതെല്ലാം ഇത് ഉപയോഗിക്കുമ്പോൾ അടിച്ചു പോകും. ഇനി ഗെറ്റ് ആക്സസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് OK ക്ലിക്ക് ചെയ്യുക. താഴെ റൈറ്റ് ഇമേജ് സെലക്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. സെക്കൻഡുകൾക്കുള്ളിൽ പെൻ ഡ്രൈവ് റെഡിയാകും. വെരിഫിക്കേഷൻ കൂടെ കഴിയുമ്പോൾ പെൻ ഡ്രൈവ് ഊരി മാറ്റുക. ഇതിലിപ്പോൾ ലിനക്സ് മിന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാനും ഇൻസ്റ്റാൾ ചെയ്യാനും റെഡിയാണ്. കമ്പ്യൂട്ടർ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പെൻ ഡ്രൈവ് എടുത്ത് USB-A സൈഡ് റെഡിയാക്കി അത് മദർ ബോർഡിലെ നീല USB 3 പോർട്ടിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഉടനെ തന്നെ ഡിലീറ്റ് കീ ഞെക്കി ബയോസ് എടുക്കുക. ബയോസിലെ അവസാനത്തെ ബൂട്ട് മെനുവിൽ പോയി അവിടെ നിന്ന് UEFI USB സെലക്ട് ചെയ്ത് പെൻ ഡ്രൈവിൽ നിന്ന് കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുക. മെനുവിൽ നിന്ന് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ ലിനക്സ് മിന്റ് ഓടിക്കുക. ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നാൽ ലിനക്സ് മിന്റ് SSDയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ മുകളിൽ ഇടതുവശത്ത് കാണുന്ന ഇൻസ്റ്റാൾ ലിനക്സ് മിന്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ലിനക്സ് മിന്റ് ഓടുന്നത് ഈ പെൻ ഡ്രൈവിൽ നിന്നാണ്. എന്നാൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അത് ഈ SATA SSDയിൽ നിന്നായിരിക്കും ഓടുന്നത്. ഈ സ്ക്രീനിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കീബോർഡും ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുക. ഇൻസ്റ്റാൾ മൾട്ടിമീഡിയ കോഡക്
സെലക്ട് ചെയ്ത് കണ്ടിന്യൂ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഈ സ്ക്രീനിൽ എറേസ് ആൻഡ് ഇൻസ്റ്റാൾ ലിനക്സ് മിന്റ് സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, സാറ്റ ഡിസ്കിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അത് ലിനക്സ് മിന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അടിച്ചു പോകും. ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റലേഷൻ തുടങ്ങും. രാജ്യം സെലക്ട് ചെയ്ത് വീണ്ടും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേര്, യൂസർ നെയിം, പാസ്വേഡ് ഒക്കെ ഈ സ്ക്രീനിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലിനക്സ് മിന്റിലെ ഫയലുകൾ SSDയിലേക്ക് കോപ്പി ചെയ്യാൻ തുടങ്ങും. ഏകദേശം 15 മിനിറ്റ് കഴിയുമ്പോൾ ലിനക്സ് മിന്റ് ഇൻസ്റ്റലേഷൻ റെഡിയാകും. ഈ സ്ക്രീനിൽ റീസ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പെൻഡ്രൈവ് ഊരി മാറ്റുക. അതിനുശേഷം എൻ്റർ കീ ഞെക്കുക. അപ്പോൾ ലിനക്സ് മിന്റ് SSDയിൽ നിന്ന് ബൂട്ട് ചെയ്ത് ഓടാൻ തുടങ്ങും. നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ലിനക്സ് മിന്റിൽ ലോഗിൻ ചെയ്യുക. വൈഫൈ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്ത് വൈഫൈയിൽ ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ റെഡിയാണ്. ഇതിലുള്ളത് ഫയർഫോക്സ് ബ്രൗസർ ആണ്. വേണമെങ്കിൽ ഗൂഗിൾ ക്രോം ബ്രൗസറും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. രണ്ട് ബ്രൗസർ ഉള്ളത് നല്ലതാണ്, കാരണം ചില വെബ്സൈറ്റുകൾ ക്രോമിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. നമ്മുടെ ബിൽഡിന്റെ പ്രോസസർ ശക്തി കുറഞ്ഞതായതുകൊണ്ട് പരമാവധി പെർഫോമൻസ് കിട്ടാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, സെറ്റിംഗ്സിൽ നിന്ന് വിൻഡോ മാനേജർ ട്വീക്സ് ആപ്പ് റൺ ചെയ്ത് അതിലെ കോമ്പോസിറ്റർ ടാബിൽ നിന്ന് ഡിസ്പ്ലേ കോമ്പോസിറ്റിംഗ് ഓഫ് ചെയ്യുക. 2, സെറ്റിംഗ്സിൽ നിന്ന് സെഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ് ആപ്പ് എടുത്ത് അതിലെ ആപ്ലിക്കേഷൻ ഓട്ടോ സ്റ്റാർട്ട് ടാബിൽ നിന്ന് ആവശ്യമില്ലാത്ത സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷനുകളെല്ലാം ഓഫ് ചെയ്യുക. ഇനി ഈ PC എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. അത്യാവശ്യം ഇന്റർനെറ്റ് ബ്രൗസിങ്ങിനും ഇമെയിൽ അയക്കാനും ഒക്കെ ഈ PC ഉപയോഗിക്കാം. ബ്രൗസർ സ്ക്രോളിംഗ് ഒക്കെ അത്യാവശ്യം സ്മൂത്ത് ആണ്. യൂട്യൂബ് ഇതിൽ ഓടും, പക്ഷേ വീഡിയോകൾ 1080pയിലൊക്കെ ഓടുമ്പോൾ സ്ലോ ആകുന്നുണ്ട്. എന്നാൽ 720pയിൽ യൂട്യൂബ് വീഡിയോ സ്മൂത്ത് ആയിട്ട് ഓടും. സെല്ലുലോഡ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് 1080p റെസൊല്യൂഷനുള്ള വീഡിയോ ഫയലുകൾ ഈ കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്യാം. ലിനക്സ് മിന്റിൽ ഇഷ്ടംപോലെ ഫ്രീ ആപ്ലിക്കേഷനുകളുണ്ട്. വേണമെങ്കിൽ പുതിയ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. അതിന് സിസ്റ്റം മെനുവിൽ സോഫ്റ്റ്വെയർ മാനേജർ ക്ലിക്ക് ചെയ്യുക. ഈ ആപ്പിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ജീനി എന്ന ഒരു എഡിറ്ററാണ്. ഇത് പ്രോഗ്രാമിംഗ് പഠിക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. ക്രോം ബ്രൗസർ ഉപയോഗിച്ച് ഗൂഗിളിന്റെ ജെമിനിയോട് ഞാനൊരു ബ്രിക്സ് ഗെയിം പൈത്തണിൽ ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ പ്രോഗ്രാം ജെമിനിയിൽ നിന്ന് ജീനിയിലേക്ക് കോപ്പി ചെയ്ത് റൺ ചെയ്തു. അങ്ങനെ വെറും 10 സെക്കൻഡിൽ നമ്മുടെ ബ്രിക്സ് റെഡി. ചുരുക്കി പറഞ്ഞാൽ ഈ PC അത്യാവശ്യം കോഡിംഗ് പഠിക്കാൻ ഉപയോഗിക്കാം. ഓഫീസ് ആവശ്യങ്ങൾക്കും ഈ PC ഉപയോഗിക്കാം. ഇതിൽ ലിബ്രെ ഓഫീസ് എന്ന ഫ്രീ ഓഫീസ് സോഫ്റ്റ്വെയറുകളുടെ ഒരു കളക്ഷൻ ഉണ്ട്. ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഡോക്യുമെന്റുകൾ ഉണ്ടാക്കാനും മനോഹരമായ പ്രസന്റേഷനുകൾ ഉണ്ടാക്കാനും ഒക്കെ പറ്റും. അതിനുള്ള പലതരം ടെംപ്ലേറ്റുകളും ഈ സോഫ്റ്റ്വെയറുകളിൽ ഉണ്ട്. ശ്രദ്ധിക്കുക, പുതിയ ഗെയിമുകളൊന്നും ഈ PCയിൽ ഓടില്ല. എന്നാൽ പഴയ റിട്രോ ഗെയിമുകൾ കളിക്കാൻ ഈ PC ഉപയോഗിക്കാം. ക്രോം വെബ് ബ്രൗസറിനകത്തോടുന്ന ഒരു MS-DOS എമുലേറ്ററിലാണ് ഡേഞ്ചറസ് ഡേ എന്ന ഈ ഗെയിം ഞാനിപ്പോൾ കളിക്കുന്നത്. റെട്രോ ആർക്ക് എന്ന ഒരു ഗെയിം എമുലേറ്റർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഒരുപാട് പഴയ ഗെയിമുകൾ നിങ്ങൾക്ക് ഈ PCയിൽ കളിക്കാം. ഇനി നമുക്ക് എല്ലാ കമ്പോണന്റുകളെയും ക്യാബിനറ്റിനകത്താക്കാം. അതിനാദ്യം എല്ലാ കമ്പോണന്റുകളും മദർ ബോർഡിൽ നിന്ന് ഊരി മാറ്റുക. ഫ്രണ്ടക് ഫിയറ എന്ന ഒരു സാധാരണ ക്യാബിനറ്റാണ് ഞാൻ ഈ ബിൽഡിനെ തിരഞ്ഞെടുത്തത്. ഇതിൽ ഫാൻ ഒന്നുമില്ല, എന്നാൽ വില കുറഞ്ഞ ഒരു 120mm ഫാൻ നമുക്കിവിടെ ഫിറ്റ് ചെയ്യാം. ഈ ഫാനിന് പവർ കൊടുക്കുന്നത് പവർ സപ്ലൈയിൽ നിന്നുള്ള പവർ കേബിൾ ഉപയോഗിച്ചാണ്. ആദ്യം ക്യാബിനറ്റിന്റെ സൈഡ് പാനൽ ഈ 2 സ്ക്രൂകൾ ഊരി ഇളക്കി മാറ്റുക. ക്യാബിനറ്റിൽ കുറെ കേബിളുകളുണ്ട്, അതെല്ലാം മദർ ബോർഡിൽ കണക്ട് ചെയ്യണം. ക്യാബിനറ്റിന്റെ പുറകിൽ പവർ സപ്ലൈയും ഇവിടെ ഉള്ളിൽ മദർ ബോർഡും ഇവിടെ താഴെ SSDയും ഫിറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് പവർ സപ്ലൈ ഫിറ്റ് ചെയ്യാം. അതിന് പവർ സപ്ലൈയുടെ ഫാൻ ഉള്ളിൽ കാണത്തക്ക വിധവും പവർ സോക്കറ്റ് പുറകിൽ വരത്തക്ക വിധവും പവർ സപ്ലൈ ക്യാബിനറ്റിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, പവർ സപ്ലൈയുടെ ഫാൻ ഉള്ളിലേക്കായിരിക്കണം. ഇനി ക്യാബിനറ്റിന്റെ കൂടെ കിട്ടിയ ഈ സ്ക്രൂകൾ ഉപയോഗിച്ച് പവർ സപ്ലൈ ക്യാബിനറ്റിൽ ഉറപ്പിക്കുക. സ്ക്രൂ കയറാൻ പവർ സപ്ലൈ ചെറുതായിട്ട് ഉയർത്തിപ്പിടിക്കേണ്ടി വരും. സ്ക്രൂകളിട്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മുറുക്കുക. മദർ ബോർഡ് ഉള്ളിൽ വെക്കുന്നതിന് മുമ്പ് നമുക്ക് ക്യാബിനറ്റിന്റെ കേബിളുകൾ കണക്ട് ചെയ്യാം. അതാണ് എളുപ്പം. ആദ്യം നമുക്ക് ക്യാബിനറ്റിന് മുമ്പിലുള്ള USB പോർട്ടുകളുടെയും ഓഡിയോ ജാക്കുകളുടെയും കണക്ഷനുകൾ മദർ ബോർഡിൽ കണക്ട് ചെയ്യാം. ഈ മദർ ബോർഡിൽ ഓഡിയോ പിന്നുകൾ ഇവിടെയും USB പിന്നുകൾ ഇവിടെയുമാണുള്ളത്. ഓഡിയോ കേബിളിൽ ഒരു പിന്നിന്റെ ഓട്ടയില്ലാത്ത കറക്റ്റ് സൈഡ് നോക്കി അത് മദർ ബോർഡിലെ പിന്നുകളിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ USB കേബിളിൽ ഒരു പിന്നിന്റെ ഓട്ടയില്ലാത്ത കറക്റ്റ് സൈഡ് നോക്കി മദർ ബോർഡിൽ കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ക്യാബിനറ്റിന്റെ ഫ്രണ്ട് പാനൽ കേബിളുകൾ മദർ ബോർഡിലെ ഫ്രണ്ട് പാനൽ പിന്നുകളിൽ കണക്ട് ചെയ്യാം. ഇത് മാനുവൽ വായിച്ചു നോക്കി സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഈ ഫ്രണ്ട് പാനലിന്റെ താഴെയുള്ള പടമോ അല്ലെങ്കിൽ മദർ ബോർഡിന്റെ മാനുവൽ നോക്കി ഏതൊക്കെ പിന്നുകൾ ഏതൊക്കെ കേബിളുകളിൽ കണക്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ഫ്രണ്ട് പാനൽ കണക്ടറിൽ ആദ്യത്തെ നിരയിലെ ഒന്നാമത്തെ പിൻ HDD പോസിറ്റീവും രണ്ടാമത്തെ പിൻ HDD നെഗറ്റീവുമാണ്. HDD കേബിളിലെ എഴുത്ത് മുമ്പിൽ കാണത്തക്ക വിധം ഈ കേബിൾ 2 പിന്നുകളിൽ കണക്ട് ചെയ്യുക. എന്താണ് ഈ HDD കേബിളിന്റെ ഉപയോഗം? കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് ഡിസ്കുകളിൽ ഡാറ്റ റീഡും റൈറ്റും ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് മുമ്പിലുള്ള ഒരു റെഡ് ലൈറ്റ് മിന്നുന്നത് കാണാം. അത് പ്രവർത്തിപ്പിക്കുന്നത് HDD കേബിളാണ്. HDD പിന്നുകളുടെ പുറകിലുള്ള 2 പിന്നുകൾ പവർ LED പോസിറ്റീവും പവർ LED നെഗറ്റീവുമാണ്. പവർ LED പോസിറ്റീവ് കേബിൾ അതിൽ എഴുത്ത് കാണത്തക്ക വിധം ആദ്യത്തെ പിന്നിലും പവർ LED നെഗറ്റീവ് കേബിൾ രണ്ടാമത്തെ പിന്നിലും കണക്ട് ചെയ്യുക. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ക്യാബിനറ്റിന് മുമ്പിലെ ഈ നീല ലൈറ്റ് കത്തിക്കുന്നത് ഈ കേബിളുകളാണ്. ഇനി നമുക്ക് പവർ സ്വിച്ചിന്റെ കേബിൾ കണക്ട് ചെയ്യാം. പവർ LED നെഗറ്റീവ് പിന്നിന്റെ താഴെയുള്ള 3ാമത്തെയും 4ാമത്തെയും പിന്നുകളാണ് കമ്പ്യൂട്ടർ ഓൺ ചെയ്യാനുള്ള ഈ പവർ പിന്നുകൾ. നേരത്തെ നമ്മൾ ഈ പിന്നുകൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഷോർട്ട് ചെയ്താണ് കമ്പ്യൂട്ടർ ഓൺ ചെയ്തത്. പവർ സ്വിച്ച് കേബിൾ എടുത്ത് എഴുത്ത് പുറമേ നിന്ന് കാണത്തക്ക വിധം ഈ പിന്നുകളിൽ കണക്ട് ചെയ്യുക. ഈ പവർ പിന്നുകളുടെ മുമ്പിലുള്ള അതായത് HDD പിന്നുകളുടെ താഴെയുള്ള 2 പിന്നുകളാണ് റീസെറ്റ് പിന്നുകൾ. റീസെറ്റ് സ്വിച്ചിന്റെ കേബിൾ അതിന്റെ എഴുത്ത് പുറമേ കാണത്തക്ക വിധം ഈ പിന്നുകളിൽ കണക്ട് ചെയ്യുക. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ചാണിത്. മദർ ബോർഡിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മുമ്പിൽ HDD കേബിളും റീസെറ്റ് സ്വിച്ച് കേബിളും കാണാം. പുറകിൽ നിന്ന് നോക്കുമ്പോൾ പവർ സ്വിച്ച് കേബിളും പവർ LED കേബിളുകളും കാണാം.
ഇനി നമുക്ക് മദർ ബോർഡ് ക്യാബിനറ്റിനുള്ളിൽ ഫിറ്റ് ചെയ്യാം. അതിനാദ്യം മദർ ബോർഡിന്റെ കൂടെ കിട്ടിയ IO ഷീൽഡ് എടുക്കുക. ഇത് മദർ ബോർഡിനെ സംരക്ഷിക്കാനുള്ള ഒരു സാധനമാണ്. IO ഷീൽഡ് മദർ ബോർഡിൽ കറക്റ്റായി അലൈൻ ചെയ്ത് നോക്കി ക്യാബിനറ്റിന്റെ പുറകുവശത്ത് ഞെക്കി ഉറപ്പിക്കുക. എന്നിട്ട് മദർ ബോർഡ് ക്യാബിനറ്റിലിറക്കി IO ഷീൽഡിന്റെ ഉള്ളിലേക്ക് തള്ളി വയ്ക്കുക. അതിനുശേഷം ക്യാബിനറ്റിന്റെ കൂടെ കിട്ടിയ സ്ക്രൂകൾ ഉപയോഗിച്ച് മദർ ബോർഡ് ക്യാബിനറ്റിൽ ഉറപ്പിക്കുക. ശ്രദ്ധിക്കുക, ക്യാബിനറ്റിന്റെ താഴെയുള്ള ഇതുപോലത്തെ സ്റ്റാൻഡ് ഓഫ് സ്ക്രൂകളുടെ മുകളിലാണ് മദർ ബോർഡ് ഇരിക്കേണ്ടത്. അതില്ലെങ്കിൽ അത് ഫിറ്റ് ചെയ്തതിന് ശേഷം വേണം മദർ ബോർഡ് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാൻ. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂകൾ മുറുക്കുക, എന്നാൽ ഓവർ ടൈറ്റ് ചെയ്യരുത്. ഇനി നമുക്ക് ക്യാബിനറ്റിന്റെ താഴെ SSD ഫിറ്റ് ചെയ്യാം. ഈ ക്യാബിനറ്റിൽ ഇവിടെ SSDയും ഹാർഡ് ഡിസ്കും ഫിറ്റ് ചെയ്യാനുള്ള ഓട്ടകളുണ്ട്. SSDയുടെ കേബിളുകൾ കണക്ട് ചെയ്യുന്ന സൈഡ് വലതുവശത്ത് വരത്തക്ക വിധം SSDയുടെ ഓട്ടകളുള്ള ഭാഗം ക്യാബിനറ്റിനോട് ചേർത്ത് വയ്ക്കുക. അതിലെ ഓട്ടകൾ ക്യാബിനറ്റിലെ 4 ഓട്ടകളുമായി അലൈൻ ചെയ്യുക. ക്യാബിനറ്റിന്റെ കൂടെ കിട്ടിയ സ്ക്രൂകൾ എടുത്ത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മുറുക്കി SSD ക്യാബിനറ്റിൽ ഫിറ്റ് ചെയ്യുക. SATA ഡാറ്റ കേബിൾ നേരത്തെ കാണിച്ച പോലെ കറക്റ്റ് സൈഡ് നോക്കി SSDയിൽ കണക്ട് ചെയ്യുക. പവർ സപ്ലൈയിൽ നിന്നുള്ള SATA പവർ കേബിൾ കറക്റ്റ് സൈഡ് നോക്കി കണക്ട് ചെയ്യുക. ശരിക്കും ഇത് രണ്ടും SSD ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കണക്ട് ചെയ്യുന്നതാണ് എളുപ്പം. ഇനി പവർ സപ്ലൈയുടെ 24 പിന്നിന്റെ ATX പവർ കേബിൾ കറക്റ്റ് സൈഡ് നോക്കി കണക്ട് ചെയ്യുക. SATA SSDയുടെ ഡാറ്റ കേബിൾ നടുക്കുള്ള SATA പോർട്ടിൽ കണക്ട് ചെയ്യുക. 4 പിന്നിന്റെ CPU പവർ കേബിൾ വേണ്ടതെടുത്ത് കറക്റ്റ് സൈഡ് നോക്കി കണക്ട് ചെയ്യുക. റാം സ്ലോട്ടിന്റെ ലോക്ക് തുറന്ന് റാം സ്ലോട്ടിലിട്ട് ഞെക്കി ഉറപ്പിക്കുക. കേബിളുകളെല്ലാം ഒതുക്കി വയ്ക്കുക. വേണമെങ്കിൽ കുറച്ച് സമയമെടുത്ത് കേബിളുകൾ മനോഹരമായി സൈഡിൽ ഒതുക്കാം. എന്നാൽ ഞാൻ ആ ടൈപ്പ് അല്ല. ഇനി നമുക്ക് ഈ 120mm ഫാൻ ക്യാബിനറ്റിന്റെ നേരത്തെ അഴിച്ചു വെച്ച സൈഡ് പാനലിൽ ഫിറ്റ് ചെയ്യാം. ഇത് ഞാൻ എക്സോസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ക്യാബിനറ്റിന്റെ ഉള്ളിലുള്ള ചൂടുള്ള വായു ഈ ഫാൻ പുറത്തേക്ക് തള്ളും. ശ്രദ്ധിക്കുക, ഈ ഫാൻ പ്രവർത്തിക്കുന്നത് പവർ സപ്ലൈയിലെ ഈ പവർ കേബിൾ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ഫാനിന്റെ കേബിൾ അതിനടുത്ത് വരത്തക്ക വിധം ഈ ഫാൻ സൈഡ് പാനലിനോട് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഫാനിന്റെ ഓട്ടകൾ സൈഡ് പാനലിന്റെ ഓട്ടകളുമായി അലൈൻ ചെയ്യുക. ഫാനിന്റെ കൂടെ കിട്ടിയ ഈ വലിയ സ്ക്രൂകൾ എടുത്ത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കറക്കി ഉറപ്പിക്കുക. ശ്രദ്ധിക്കുക, ഇത് സ്ക്രൂ ചെയ്യാൻ കുറച്ച് ബലം വേണ്ടി വരും. പവർ സപ്ലൈയിലെ പവർ കേബിൾ എടുത്ത് ഫാനിന്റെ പവർ കേബിൾ അതിൽ കണക്ട് ചെയ്യുക. ഏതെങ്കിലും പിൻ മറുസൈഡിൽ തള്ളി വന്നാൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് താഴ്ത്തുക. സൈഡ് പാനൽ ക്യാബിനറ്റിൽ വെച്ച് സൈഡിലൂടെ തള്ളി ഉറപ്പിക്കുക. നേരത്തെ ഊരി വെച്ച സ്ക്രൂകൾ തിരിച്ചിടുക. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ റെഡിയാണ്. ഇവിടെ പവർ കേബിളും താഴെ മൗസും കീബോർഡും ഒക്കെ ഫിറ്റ് ചെയ്യണം. ക്യാബിനറ്റ് ഫാൻ ഇവിടെ റെഡിയാണ്. ഈ കമ്പ്യൂട്ടറിന് വില കൂടിയ മോണിറ്റർ ആവശ്യമില്ല. പകരം ഇതുപോലത്തെ വില കുറഞ്ഞൊരു മോണിറ്റർ ഉപയോഗിക്കാം. ഇത് ജിയോണിക്സ് കമ്പനിയുടെ 18 ഇഞ്ചിന്റെ മോണിറ്ററാണ്. ഇതിന്റെ റെസൊല്യൂഷൻ 1080p കുറവാണ്. വില കുറഞ്ഞ ബിൽഡുകൾക്ക് വില കുറഞ്ഞ മോണിറ്റർ മതി. അതാണ് ഞാൻ ഈ മോഡൽ തിരഞ്ഞെടുക്കാൻ കാരണം. VGA പോർട്ടും HDMI പോർട്ടും ഉള്ള ഈ മോഡൽ ഞാൻ വാങ്ങിയത് 2200 രൂപയ്ക്കാണ്. ഇത് അസംബിൾ ചെയ്യാൻ എളുപ്പമാണ്. ആദ്യം ഈ ട്യൂബ് മോണിറ്ററിൽ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് തന്നിരിക്കുന്ന സ്റ്റാൻഡ് ഇതിൽ ഫിറ്റ് ചെയ്യുക. മോണിറ്ററിൽ നേരിട്ട് പവർ കൊടുക്കാൻ തന്നിരിക്കുന്ന ഈ പവർ കേബിൾ മോണിറ്ററിന്റെ പുറകിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ തന്നിരിക്കുന്ന HDMI കേബിളും കണക്ട് ചെയ്യുക. ഇപ്പോൾ ഈ മോണിറ്റർ ഉപയോഗിക്കാൻ റെഡിയാണ്. കമ്പ്യൂട്ടറിന്റെ പവർ സപ്ലൈ, മോണിറ്ററിന്റെ പവർ സപ്ലൈ, മോണിറ്ററിന്റെ HDMI കേബിൾ, കീബോർഡ്, മൗസ്, വൈഫൈ അഡാപ്റ്റർ എല്ലാം കണക്ട് ചെയ്ത് ക്യാബിനറ്റ് തിരിച്ചു വെച്ചാൽ നമ്മുടെ PC റെഡി. ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ക്യാബിനറ്റിലെ RGB ഫാൻ കറങ്ങുന്നത് കാണാം. ക്യാബിനറ്റിന്റെ മുമ്പിൽ നീല പവർ ലൈറ്റും മിന്നുന്ന റെഡ് ഡിസ്ക് ലൈറ്റും കാണാം. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ നമുക്ക് ഇതുപോലത്തെ വില കുറഞ്ഞ USB സ്പീക്കറുകൾ ഉപയോഗിക്കാം. എൻഡറിന്റെ ഗ്രൂ എന്ന മോഡലിന് 250 രൂപയാണ് വില. ഇതിന് 2 കണക്ഷനുകളുണ്ട്. ഒന്ന് പവർ കൊടുക്കാനുള്ള USB കേബിളും രണ്ടാമത്തത് ഓഡിയോ ജാക്കിൽ കണക്ട് ചെയ്യാനുള്ള ഓഡിയോ കേബിളുമാണ്. 2 കേബിളുകൾ നമുക്ക് മദർ ബോർഡിന്റെ പുറകിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ സ്പീക്കറുകളും റെഡിയാണ്. യൂട്യൂബൊക്കെ ഈ മോണിറ്ററിൽ 720p റെസൊല്യൂഷനിൽ കാണാം. പഴയ റെട്രോ ഗെയിമുകളൊക്കെ ഇതിൽ കളിക്കാൻ രസകരമാണ്. ശ്രദ്ധിക്കുക, വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയതുകൊണ്ട് മോണിറ്ററിനും സ്പീക്കറിനൊന്നും വലിയ ക്വാളിറ്റി പ്രതീക്ഷിക്കരുത്. മോണിറ്റർ, കീബോർഡ്, മൗസ്, സ്പീക്കർ എന്നിങ്ങനെ എല്ലാം കൂടി ഈ കമ്പ്യൂട്ടർ എനിക്ക് മൊത്തം ചിലവായത് 9950 രൂപയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കോൺഫിഗറേഷൻ ഇതാണെങ്കിലും നിങ്ങൾക്ക് ഈ PC ഏറ്റവും വിലക്കുറവിൽ ചെയ്യണമെങ്കിൽ പവർ സപ്ലൈ 500 രൂപയുടെ വാങ്ങി ഫാൻ ഒഴിവാക്കി വളരെ വില കുറഞ്ഞ മൗസും കീബോർഡും ഒക്കെ ഉപയോഗിച്ച് സ്റ്റോറേജ് ഇല്ലാതെ ലിനക്സ് മിന്റ് നേരിട്ട് പെൻഡ്രൈവിൽ ഓടിക്കുക. അപ്പോൾ ഈ PCയുടെ മൊത്തം ചിലവ് 7000 രൂപയിൽ താഴെയായിരിക്കും. ഈ കമ്പ്യൂട്ടർ നമ്മൾ പ്രധാന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിൽ എന്തുമാത്രം ലോഡ് ഉണ്ടെന്ന് നോക്കാം. വലതുവശത്ത് കാണുന്ന ഈ വിൻഡോയിൽ ഇടത്തെ ഗ്രാഫ് പ്രോസസറിന്റെ ഉപയോഗവും വലത്തെ ഗ്രാഫ് മെമ്മറിയുടെ ഉപയോഗവുമാണ് കാണിക്കുന്നത്. താഴെ ഏറ്റവും അധികം പ്രോസസർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റാണുള്ളത്. ശ്രദ്ധിക്കുക, ഇതിലുള്ളത് ഡ്യുവൽ കോർ J1800 പ്രോസസറും 4GB DDR3 റാമുമാണ്. ഒരുപാട് പേർ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ പ്ലെയറാണ് VLC. എന്നാൽ അതിൽ 1080p വീഡിയോ ഓടിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട്. കാരണം CPU ഉപയോഗം 100%. വേറൊരു ലൈറ്റ് വെയിറ്റ് ലിനക്സ് വീഡിയോ പ്ലെയറാണ് സെല്ലുലോയിഡ്. അതിൽ 1080p വീഡിയോ സ്മൂത്തായിട്ട് ഓടും. കാരണം CPU ഉപയോഗവും മെമ്മറി ഉപയോഗവും ഒക്കെ കുറവാണ്. നമ്മൾ ക്രോം ബ്രൗസർ ഉപയോഗിച്ച് Wikipedia പേജൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊസസർ ഉപയോഗവും മെമ്മറി ഉപയോഗവും 50% താഴെയാണ്. എന്നാൽ യൂട്യൂബ് വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ പ്രൊസസർ ഉപയോഗം കൂടുതലാണ്. Genie എഡിറ്റർ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുമ്പോഴും പൈത്തൺ പ്രോഗ്രാം ഉപയോഗിച്ച് ഗെയിം ഓടിക്കുമ്പോഴും ഒക്കെ CPU ഉപയോഗം കുറവാണ്. ഫ്രീ ഓഫീസ് സോഫ്റ്റ്വെയർ ആയ ലിബ്രെ ഓഫീസ് ഉപയോഗിച്ച് ഡോക്യുമെന്റുകൾ എഡിറ്റ് ചെയ്യുമ്പോഴും പ്രസന്റേഷനുകൾ ഉണ്ടാക്കുമ്പോഴും ഒക്കെ പ്രോസസറിന്റെയും മെമ്മറിയുടെ ഉപയോഗം 50% താഴെയാണ്. എന്തിന് ഡോസ് ബോക്സ് എന്ന ഗെയിമുലേറ്റർ ഉപയോഗിച്ച് പഴയ ഗെയിമുകൾ കളിക്കുമ്പോൾ പോലും കമ്പ്യൂട്ടറിൽ വലിയ ലോഡൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ലിനക്സ് മിന്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് കമ്പ്യൂട്ടർ ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ശക്തി കുറഞ്ഞ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. ശക്തി കുറവാണെങ്കിലും വളരെ കുറച്ച് വൈദ്യുതി ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടർ ചില പ്രത്യേകതരം ആവശ്യങ്ങൾക്കും നല്ല ഓപ്ഷനാണ്. അതിന്റെ വിശദമായ വീഡിയോകൾ ഉടൻ വരുന്നതാണ്. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി.